പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദിനമാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് വലിയൊരു അഭിഷേകത്തോടെയാണ് ഇന്ന് തുടങ്ങി നോക്കിയേ. നിർത്തലില്ലാത്ത ഓട്ടമാണ് കേട്ടോ. വരുന്ന ഞായറാഴ്ച 3 മണിക്കാണ് ഇനി നമുക്ക് ഒന്ന് ശ്വാസം നേരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ അച്ഛന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്പെഷ്യൽ ടീമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹൊറേബ് മിനിസ്ട്രി എന്നുള്ളത് അച്ഛൻ്റെ ഒരു മിനിസ്ട്രിയാണ്. അത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛൻ ഈ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണ്. പിന്നെ കുറേ കാലമായിട്ട് ആ ഒരു മിനിസ്ട്രീനെ ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കൂടുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് അത് അച്ഛന് വേണ്ടി വ്യക്തിപരമായിട്ട് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. അത് അച്ഛന് കുറേ വേറെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അച്ഛനിലൂടെ നടത്തപ്പെടുന്ന ദൈവരാജ്യ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അച്ഛനോട് ആത്മീയമായിട്ട് ഐക്യപ്പെട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയാണ് ഹൊറേബ് മിനിസ്ട്രി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഒരു ലക്ഷ്യമില്ല. അച്ഛനിലൂടെ നടത്തപ്പെടുന്ന ദൈവരാജ്യ ശുശ്രൂഷ കർത്താവേ, അത് സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകത്തിലുണ്ടാകണം, അത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആ കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്. അത് അച്ഛനായിട്ട് അതുപോലെ ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നവരുടെ മാത്രം കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അതൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മക്കബായരുടെ 2-ാം പുസ്തകം 5:19. എനിക്ക് പലപ്പോഴും അത് നമ്മുടെ സെൻറ്ററായിട്ട് ബന്ധപ്പെട്ടൊരു വചനമായിട്ടാണ് തോന്നുന്നത്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. ഒരു വിശുദ്ധ സ്ഥലം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ജനത്തിനെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഈ സെൻറ്റ് മേരീസ് വചന കൂടാരം ഇത് സഹോദരങ്ങളെ ജനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവാണ് ഈ സ്ഥലം ഒരുക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ശരിക്കും പിശാച് ഈ സെൻറ്ററിലേക്ക് വരാനായിട്ട് എന്നോട് ഈ ദേശവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അച്ഛാ, പക്ഷെ ജന്മമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാല് കുത്താൻ ഗേറ്റ് വരെയൊക്കെ വന്നിട്ട് മടങ്ങിപ്പോയവരുണ്ട്. ഇപ്പം 4 വർഷം കഴിഞ്ഞില്ലേ അച്ഛനോട് വന്നിട്ട്. പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിലൊരു അത് ഈ ശരിക്കും കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ടാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കൽ പോലും ഇവിടെ കുറേ കാലങ്ങളായിട്ട് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അച്ഛൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അച്ഛൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും ഒരു താമസിച്ചൊരു ധ്യാനം കൂടാൻ തന്നെ ദൈവം ഇടയാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ കുട്ടികളുടെ ധ്യാനമാണ്. കുട്ടികളുടെ ധ്യാനത്തിൻ്റെ സീറ്റൊക്കെ ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ചാൻസ് ഉണ്ടായിരിക്കില്ല. എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചാണ് കുട്ടികൾക്ക് വേണ്ടി. എവിടെയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ റിട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഈശോയെ കൊടുത്തില്ലെങ്കിൽ ഇന്ന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റിയാൽ നമ്മുടെ കാര്യം ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ഈ ഒരു ആലയം ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് നമ്മുടെ സെൻറ്റ് മേരീസ്. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലെ സെൻറ്ററിനെ ഓർത്തേക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവും മക്കളും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്ന കർത്താവേ, എപ്പോഴും എന്നേക്കും. ആമേൻ.